ഹായ് ഓൾ, വെൽക്കം ടു സഫാബ്സ്. ഇന്ന് നമുക്ക് കുറച്ച് റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് കാണാം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളാം. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം കേട്ടോ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ വന്നേക്കുന്നത് പ്യുവർ ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്. നമ്മൾ ഇതിന് മുന്നേ ഇത് ചെയ്തിട്ടുണ്ട്, ഇത് റീസ്റ്റോക്ഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അത് നമ്മളൊരു 4 ഷെയ്ഡിലേക്കാണ് ഈ പ്രാവശ്യം ചെയ്തെടുത്തിരിക്കുന്നത്. പ്യുവർ ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്. അതിലേക്ക് നല്ല ഭംഗിയുള്ള 2-3 ലെയർ പിടിക്കാൻ അതിൻ്റെ കറക്റ്റ് കളർ കിട്ടുള്ളൂ. നല്ല ഭംഗിയുള്ള ത്രെഡിൻ്റെ ഒരു സിൽവറിഷ് വൈറ്റ് ടോണിലേക്കാണ് അതിൻ്റെ ഒരു ത്രെഡിൻ്റെ വർക്ക് വന്നേക്കുന്നത്. വിത്ത് ആ ഒരു വാട്ടർ ഗോൾഡ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസും കൊണ്ട്, ചെറിയ സീക്വൻസും കൊണ്ട് ആ വർക്കിനെ ഒന്ന് ഹൈലൈറ്റും കൂടെ ചെയ്തേക്കുന്ന അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്കാണ്. കളേഴ്സാണ് ഇതിൻ്റെ ഏറ്റവും അടിപൊളി. ഇത് കണ്ടോ, ഇത് ഭംഗിയാ നോക്കി കാണാനായിട്ട്. എല്ലാവരുടെയും സ്കിൻ ടോൺസിന് ചേരുന്ന ഒരു ഷെയ്ഡാണ്. നല്ലൊരു മാംഗോ യെല്ലോ, ഒരു പഴുത്ത ഒരു പഴുക്കാറായിട്ടുള്ള ഒരു മാംഗോയുടെ ഒരു യെല്ലോ കളർ ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 ഷെയ്ഡ് ഉണ്ട് ഇതിൻ്റെ. ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന യെല്ലോ. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 370 ആണ്. 43 ഇഞ്ചസ് ആണ് കേട്ടോ അതിൻ്റെ വിത്ത് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് ഇടാനും നല്ല കംഫർട്ടബിൾ ആണ്. ഇങ്ങനെ പറന്നിരിക്കില്ല കേട്ടോ, നല്ല ഒതുങ്ങിയിരിക്കുന്ന ഫാബ്രിക്കാണ്. അതിൻ്റെ അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നുണ്ടോ, അടിപൊളിയായിട്ടുള്ളൊരു ലാവൻഡർ ഷെയ്ഡാണ്. അതിലേക്ക് 2-3 ലെയർ പിടിക്കാൻ അതിൻ്റെ ഷെയ്ഡ് കറക്റ്റ് കിട്ടുള്ളൂ. അതിലേക്ക് ആ വർക്ക് വന്നേക്കുന്നുണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെയിം ഷെയ്ഡിൽ തന്നെ വരുന്നു വർക്ക്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസിൻ്റെ വർക്ക് കൊണ്ടാണ് അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കാണ്. മീറ്റർ പ്രൈസ് വരുന്നത് 370. അടുത്ത ഷെയ്ഡ് പൗഡർ ബ്ലൂ. അന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ട് നമുക്ക് അന്ന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് പെട്ടെന്ന് തന്നെ തീർന്നു പോയി. പിന്നെ കുറച്ച് ഫാബ്രിക്കിൽ അന്ന് ഡാമേജ് വന്നുകൊണ്ട് അന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് വന്നിട്ടുണ്ട് അതിൻ്റെ. നല്ലൊരു പൗഡർ ബ്ലൂ. ഇത് ഭംഗിയാ നോക്കി കാണാൻ. എല്ലാ ഷെയ്ഡും അതെ ഭയങ്കര നമുക്കിങ്ങനെ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. ഇത് വരുന്നു അടുത്തത്, നല്ലൊരു പൗഡർ ബ്ലൂ. അടുത്തത് വരുന്നത് ഒരു ഓറഞ്ച് ടോൺ ആണ്. ഒരു രക്ഷയില്ലാത്തൊരു ഓറഞ്ച്, ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ വരുന്നു ഓറഞ്ച്. ഇത് ഭംഗിയാ നോക്കി എൻ്റെ വർക്ക്. ഇതിനകത്ത് ഏത് ഷെയ്ഡ് എടുക്കുന്നല്ല ഇപ്പം നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ. നല്ല ഭംഗിയുണ്ട്. 370 പെർ മീറ്റർ. എൻ്റെ വർക്ക് കണ്ടോ കേട്ടോ, ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത്. ഒരു ട്രീയുടെ ഡിസൈനിലാണ് അതിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ്. 43 ഇഞ്ചസ് ആണ് വിത്ത് വരുന്നത്. പ്രൈസ് വരുന്നത് 370. അടുത്തത് ഹാൻഡ് ബ്ലോക്കിൻ്റെ കോട്ടണിൽ വരുന്ന കുറച്ച് അടിപൊളിയായിട്ടുള്ള പ്രിന്റുകൾ. ഇപ്പോൾ ഈ നോർത്ത് സൈഡിലേക്കൊക്കെ ഭയങ്കര മഴയായിട്ട് അവർക്ക് ഹാൻഡ് ബ്ലോക്സിൻ്റെ വർക്കൊന്നും നടക്കുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് കളക്ഷൻസ് കിട്ടുന്നുണ്ടായിരുന്നല്ലോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഹാൻഡ് ബ്ലോക്സ് ഇപ്പോൾ കാണിക്കാറില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാറില്ലാതിരുന്നത്. ഇത് കുറച്ച് കളക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വരുന്ന നല്ലൊരു ഒരു ഡിസൈൻ അങ്ങനെ പറയാനായിട്ടില്ല, നല്ലൊരു റെയർ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. എൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു മെഹന്തി ഗ്രീനും ഒരു യെല്ലോയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. അതിലേക്ക് ബേജ് ആൻഡ് ബ്ലാക്ക് ആണ് എൻ്റെ കോമ്പിനേഷൻ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ അതിന് ബോട്ടം ആയിട്ട് കൊടുക്കാം, അതിൻ്റെ യോക്കായിട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. സെയിം കളർ കോമ്പിനേഷനാണ്. പക്ഷെ ഇതിൻ്റെ ബേസ് കളർ ഒരു യെല്ലോയിഷ് മെഹന്തി ഗ്രീൻ ആണ്. ഇതിൻ്റെ ബ്ലാക്ക് ബേസ് കളർ വന്നിട്ട് അതിലേക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രൈപ്സ് പോണ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ വരുന്നു 2 ഫാബ്രിക്കും. അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബോട്ടം ഫാബ്രിക് ഉണ്ട് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട്. സോ നിങ്ങൾക്ക് ബ്ലാക്ക് ബോട്ടത്തിൻ്റെ കൂടെ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ബേജ് ബോട്ടത്തിൻ്റെ കൂടെ പെയർ ചെയ്യാം. ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടി ഭംഗി വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. 220 ആണ് പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത്. അതിൻ്റെ അടുത്തത് വരുന്നത് ഇത് നമുക്ക് ടോപ്പായിട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ വരും. ടോപ്പായിട്ട് നമുക്ക് ഇതും ചെയ്യാവുന്നതാണ്. 220 ആണ് പെർ മീറ്റർ വരുന്നത്. വേണമെങ്കിൽ കോൺസെപ്റ്റ് പോലെ 2 ടോപ്പ് ബോട്ടം അങ്ങനെ ചെയ്തെടുക്കാം. നെക്സ്റ്റ് അതിൻ്റെ പ്രിന്റ് വരുന്നത് ഫിഷിൻ്റെ ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് ഷെയ്ഡിലേക്കാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത്. ഇങ്ങനെ വരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ആൻഡ് ആ ഒരു ബേജ് കളറും കൂടെ കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈ മസ്റ്റാർഡും ബേജും ബ്ലാക്കും ഭയങ്കര ഭംഗിയാണ് കോമ്പിനേഷൻ കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു ബ്ലാക്ക് വിത്ത് ബേജ്. 220 തന്നെയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. അതിൻ്റെ തന്നെ ബ്ലാക്കും ഉണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു ബ്ലാക്ക് വിത്ത് ബേജും ഉണ്ട്. ഇങ്ങനെ വരുന്നു നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ബ്ലാക്ക് വിത്ത് ബേജ്. ഇനി ഇതിനോട്ട് നമുക്ക് ബോട്ടം നമുക്ക് ചെയ്യണമെങ്കിൽ ബോട്ടത്തിൻ്റെ ഫാബ്രിക് നല്ല അടിപൊളിയായിട്ടുള്ള
കോട്ടൺ ഫാബ്രിക് നമ്മുടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വൈറ്റിലും ബ്ലാക്കിലും ഒക്കെ നമ്മൾ കാണിച്ചായിരുന്നു. ഇതാ ഇത് വരുന്നത് നല്ലൊരു ബേസ് ടോണിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇത് കണ്ടോ, ഇത് നമുക്ക് ടോപ്പിനും യൂസ് ചെയ്യാൻ പറ്റും, ബോട്ടം കോട്ട് സെറ്റ് പോലെ ചെയ്യാനും നല്ലതാണ്. ഇങ്ങനെ വരുന്നു, നല്ല ചെറിയൊരു ഇങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഇത് കണ്ടോ, നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടൈപ്പ് ഫാബ്രിക് ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വാഷ് ചെയ്ത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇത് വരുന്നത്. 190 ഉള്ളൂ പെർ മീറ്റർ ഈ ഫാബ്രിക്കിന്. ഇതിൻ്റെ നമുക്ക് ബോട്ടമായിട്ട് ഈ ഒരു ബ്ലാക്കിനും ഈ ഒരു ബേജിനും നമുക്ക് ബോട്ടമായിട്ട് കൊടുക്കാം, ഈ മസ്റ്റാർഡിനും നമുക്ക് ബോട്ടമായിട്ട് കൊടുക്കാം. നല്ല ഭംഗിയല്ലേ. ഈ ചിക്കു ഷെയ്ഡ് എപ്പോഴും നമുക്ക് ഒരെണ്ണം നമുക്കൊരു ഷെൽഫിൽ വേണം, കാരണം നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആവുന്ന ഒരു ഷെയ്ഡാണ് വൈറ്റും ബ്ലാക്കും മെറൂണും ഈ ബേജും. സോ അപ്പോൾ അത് നമുക്ക് എപ്പോഴും കീപ്പ്. അപ്പോൾ അതുകൊണ്ട് ബോട്ടത്തിൻ്റെ ഫാബ്രിക് നമ്മൾ ആ 4 ഷെയ്ഡിൽ ഈ സെയിം ഫാബ്രിക്കിലുണ്ട് നമ്മുടെ കയ്യിൽ. ബ്ലാക്കും വൈറ്റും ഈ ഒരു ബേജും പിന്നെ ഒരു മെറൂൺ ഷെയ്ഡും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനോട് മാച്ച് ചെയ്തെടുക്കാം കേട്ടോ. 190 ആണ് ഈ പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത്. ഇത് കോട്ട് സെറ്റായിട്ടും ചെയ്യാം കേട്ടോ, ടോപ്പും ബോട്ടമായിട്ടും ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. പിന്നെ ഈ ഫാബ്രിക്കും കൊണ്ട് തന്നെ ഇപ്പോൾ ഈ യെല്ലോ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ യെല്ലോയുടെ സ്ലീവ്സിൻ്റെ എൻഡിൽ നമുക്ക് വേണമെങ്കിൽ ഈ പ്ലെയിൻ ഫാബ്രിക് കൊടുക്കാം. കോളറിനൊക്കെ ആണെങ്കിൽ കോളറിൽ എവിടെ അല്ലെങ്കിൽ യോക്കിലൊക്കെ കൊടുത്ത് നമുക്ക് ഈ ഒരു പ്ലെയിൻ ഫാബ്രിക് അങ്ങനെ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതാണ്. സോ അപ്പോൾ ഈ ബ്ലാക്ക് 220 വരുന്നു പെർ മീറ്റർ. ഈ മസ്റ്റാർഡ് യെല്ലോയ്ക്കും 220 തന്നെയാണ് വരുന്ന യെല്ലോയ്ക്ക് കേട്ടോ. നെക്സ്റ്റ് ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഒരു ബ്രിക്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു, ഇതാണ് പ്രിന്റ്. നല്ലൊരു ഹാർട്ട് ഷേപ്പ് ആയിട്ടാണ് വരുന്നത്. അതിലേക്ക് ബേജ് ആണ്, ബേജും ബ്ലാക്കും ആണ് എൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ബ്രിക്ക് വിത്ത് ബേജ് ആൻഡ് ബ്ലാക്ക്. ഇതും അതിൻ്റെ 2 ഷെയ്ഡുണ്ട്, ബ്ലൂ ഉണ്ട് ആ ഒരു ബ്രിക്ക് ഷെയ്ഡും ഉണ്ട് കേട്ടോ. രണ്ടും സെയിം പ്രിന്റിൽ തന്നെ വരുന്നു. ഇതാണ് ബ്ലൂ. ഇതൊരു ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ അല്ല, ആ ഒരു ഹാൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡൾനെസ് ഉണ്ടല്ലോ, ആ ഒരു ഡൾനെസ്സോട് കൂടിയ ഒരു ബ്ലൂ ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു പ്രിന്റ്. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ബോട്ടത്തിൻ്റെ കൂടെ കണ്ടോ നല്ല ഭംഗിയുണ്ടാവും. ബ്ലൂ വിത്ത് ആ ഒരു പ്ലെയിൻ ബേജ്. ഇത് നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്. ഇത് കിട്ടുമ്പോൾ തന്നെ എടുത്തു വെച്ചോട്ടോ, കാരണം നല്ലൊരു ഫാബ്രിക്. നിങ്ങൾക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നല്ല ഫാബ്രിക് ആണ് കേട്ടോ. കണ്ടെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇത് നമുക്ക് ഈ ഒരു ബ്രിക്കിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും കേട്ടോ. അതാ ഇങ്ങനെ വരുന്നത്. ഈ ബ്രിക്ക് ഷെയ്ഡിൻ്റെ കൂടെ ഇത് നല്ല ഭംഗിയായിട്ടുണ്ടാവും. നമുക്ക് ടോപ്പും ബോട്ടം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. 220 ആണ് കേട്ടോ പെർ മീറ്റർ വരുന്നത്. നല്ല ഷെയ്ഡാണ്. 2 ബ്ലൂവും നല്ല അടിപൊളിയാണ്, ബ്രിക്കും അടിപൊളിയാണ്. ഇങ്ങനെ വരുന്നു 220 പെർ മീറ്റർ. നെക്സ്റ്റ് ബേജ് കളറിലേക്ക് ഒരു ബ്രൗണിഷ് ബ്രിക്ക് ഷെയ്ഡ് വരുന്ന ഒരു പ്രിന്റിൽ വരുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ബ്ലാക്കും ഒരു ബ്രൗണിഷ് ബ്രിക്ക് ഷെയ്ഡും ആണ് പ്രിന്റ് വരുന്നത്. ഇങ്ങനെ വരുന്ന ഫാബ്രിക് നമ്മൾ നേരത്തെ ചെയ്തേക്കുന്നത് തന്നെയാണ്, റീസ്റ്റോക്ക് വന്നേക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്രിന്റും നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു പീസാണ്. 220 പെർ മീറ്റർ. നെക്സ്റ്റ് മൽക്കോട്ടൺ ഫാബ്രിക്കിലേക്ക്. മൽമൽ കോട്ടൺ ഫാബ്രിക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുൻപ് 2 ഷെയ്ഡ് ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള ഫാബ്രിക് ആയിരുന്നു. അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 ഷെയ്ഡും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു പ്രിന്റഡ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഫാബ്രിക്. അതിലേക്ക് ത്രെഡിൻ്റെ വീവ്സ് ആണ് കേട്ടോ. ത്രെഡിൻ്റെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കംപ്ലീറ്റ്ലി ആ ഒരു ഫാബ്രിക്കിൽ. അങ്ങനെ ചെറിയ ഡിസൈൻ ഇങ്ങനെ വരുന്ന ഫാബ്രിക്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫാബ്രിക്. സോഫ്റ്റ് ഫാബ്രിക്കുമാണ്. കുഞ്ഞു വാവകൾക്കൊക്കെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര സുഖം. യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇറിറ്റേറ്റിംഗ് ഒന്നും ആവത്തില്ലാത്ത ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. എൻ്റെ ത്രെഡിൻ്റെ വർക്ക് ഉണ്ടോ, ചെറിയ മൾട്ടി കളറും കൊണ്ടാണ് അതിൻ്റെ ത്രെഡിൻ്റെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത്. 295 ആണ് കേട്ടോ അതിൻ്റെ പെർ മീറ്റർ കോസ്റ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ചിഷ് പീച്ച് ടോൺ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത്. ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഫാബ്രിക്. നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും സ്ട്രിറ്റഡ് കുർത്തിക്കും എല്ലാത്തിനും പറ്റുന്ന ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽമൽ കോട്ടൺ. 295 പെർ മീറ്റർ. അടുത്തത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ടോൺ. ഭയങ്കര രസമുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ കളേഴ്സും ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഏത് കളർ എടുക്കും എന്നുള്ളത് എല്ലാം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള കളേഴ്സാണ്. കാരണം എല്ലാം ഭയങ്കര ക്യൂട്ടാണ്. ഭയങ്കര രസമുണ്ട്. ഇങ്ങനെ ആയിരുന്നു നല്ലൊരു യെല്ലോ ടോൺ. അതിൻ്റെ ആ ത്രെഡിൻ്റെ വീവ്സിൻ്റെ എംബ്രോയിഡറിയുടെ കളർ സെയിം തന്നെയാണ് കേട്ടോ. ത്രെഡിൻ്റെ കളർ എല്ലാത്തിലും സെയിം. ഒരു പിങ്കും പൗഡർ ബ്ലൂവും യെല്ലോയും ടോണിലേക്കാണ് അതിൻ്റെ ത്രെഡിൻ്റെ വർക്ക് വരുന്നത്. ഇങ്ങനെ വരുന്നു. പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ്. നെക്സ്റ്റ് പൗഡർ ബ്ലൂ. നല്ല ഭംഗിയുള്ള ഒരു പൗഡർ ബ്ലൂ ടോണാണ് വന്നേക്കുന്നത്. ഇതാ ഇതും റീസ്റ്റോക്ഡ് ആയിട്ടുള്ളൊരു
മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. 295 പെർ മീറ്റർ. അടുത്തത് മഷ്റൂം സിൽക്കിൽ വരുന്ന കുറച്ച് പ്രിന്റുകളാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള മഷ്റൂം സിൽക്ക്. മഷ്റൂം സിൽക്ക് ഇപ്പോഴും ചിലർക്ക് എല്ലാം അറിയില്ലായിരിക്കും എന്ത് ഫാബ്രിക് ആണെന്നുള്ളത്. ഇത് പുറമെ മൊഡാൾ സിൽക്ക് പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ സിൽക്ക് ഫാബ്രിക് ആണ്. അതിൻ്റെ ഉള്ളിൽ കോട്ടൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടത്തൊക്കെ ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഉള്ളിൽ കണ്ടോ ഇങ്ങനെ കോട്ടൺ ഫാബ്രിക് ആയിരിക്കും വരുന്നത്. പുറമെ മാത്രം പ്യുവർ ആയിട്ടുള്ള സിൽക്ക്. സോ നമുക്കത് വിത്ത് ലൈനിങ്ങും വിത്തൗട്ട് ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്യാം. വിത്ത് ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമായിരിക്കും കുറച്ചും കൂടി ഫാബ്രിക് കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് നല്ലത്. വിത്ത് ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്രൗൺ ടോണാണ് കേട്ടോ വന്നേക്കുന്നതിലേക്ക്. ബേജ് കളറിലാണ് എൻ്റെ പ്രിന്റ് വരുന്നത്. 450 ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ആൻഡ് ഇതിനും കണ്ടോ ഈ ബോട്ടം നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ സെയിം ഷെയ്ഡ് ഇടണമെങ്കിൽ സെയിം ഷെയ്ഡ് കോൺട്രാസ്റ്റ് കൊടുക്കണമെങ്കിൽ ഈ ഒരു കോൺട്രാസ്റ്റ് ബോട്ടം ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാം. ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് വരുന്നത് ഓറഞ്ച്. ഇത് കണ്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ചാണ്. അതും ഇതിൻ്റെ ഈ ബേസ് ടോണിൻ്റെ കൂടെ ഭയങ്കര ഭംഗിയുണ്ട്. ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. സെയിം പ്രിന്റ് അല്ല കേട്ടോ, സോറി ഡിഫറെൻറ്റ് പ്രിന്റ് ആണ്. നെക്സ്റ്റ് പ്രിന്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇങ്ങനെ വരുന്നു ഡിസൈൻ. നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ചാണ്. അതിലേക്കും ഫ്ലോറൽ ആയിട്ട് തന്നെയാണ് പ്രിന്റ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഭയങ്കര രസമുള്ളൊരു ഓറഞ്ച്, ബ്രൈറ്റ് ആക്കുന്ന ഒരു ഓറഞ്ചാണ് കേട്ടോ. അതും ഈ ബേജ് ബോട്ടം കൂടി നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് വരുന്നത് റാണി പിങ്കിലാണ് കേട്ടോ. റാണി പിങ്കിൽ ഡിഫറെൻറ്റ് പ്രിന്റുകളാണ് എല്ലാം വരുന്നത്. ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ്. ഇതും സെയിം ഷെയ്ഡിൻ്റെ കൂടെ തന്നെ കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. സെയിം ഷെയ്ഡിലേക്ക് നിങ്ങൾക്ക് ഡൈ ചെയ്ത് തരണമെങ്കിൽ നമുക്ക് ഷാൻറ്റൂണോ അല്ലെങ്കിൽ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡൈ ചെയ്ത് വേണമെങ്കിൽ ഈ ഒരു സെയിം ഒരു റാണി ഷെയ്ഡിലേക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ വരുന്നു. 450 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. റാണി ഷെയ്ഡിൻ്റെ തന്നെ വേറൊരു പ്രിന്റ് വരുന്നത് ഇതാണ്. ഇങ്ങനെ വരുന്നു അടുത്ത പ്രിന്റ്. നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് എല്ലാം വന്നേക്കുന്നത് കേട്ടോ. 450 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് റാണി, ഇതിൻ്റെ തന്നെ ഒരു പാറ്റ് ഗ്രീൻ കേട്ടോ, പക്ഷെ അത് ഇച്ചിരി ഉള്ളൂ ഫാബ്രിക്. ഇങ്ങനെ വരുന്നു സെയിം. ഇപ്പം നമ്മൾ ഈ കണ്ട റാണി പിങ്കിന് തന്നെ സെയിം. അത് ഷോപ്പിൽ വെച്ചപ്പോൾ കട്ടായി തീർന്നു. ഇതാ ഇങ്ങനെ വരുന്നു, കുറച്ച് ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു പാറ്റ് ഗ്രീൻ ആണ്. അടുത്തത് റാണി പിങ്കിൻ്റെ ആദ്യം നമ്മൾ കണ്ട ഓറഞ്ചിൻ്റെ സെയിം ഡിസൈൻ തന്നെ. ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ളൊരു റെഡ് റാണി കളറാണ്. ഇതൊക്കെ നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ. ഭയങ്കര ഫേസിന് നല്ല ബ്രൈറ്റ് ആക്കുന്ന ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. മീറ്റർ പ്രൈസ് വരുന്നത് 450.